ഞാൻ ആകെ അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടങ്ങി. അതിന് ശേഷമാണ് ഞാനിത് പറഞ്ഞത്. ഇത് പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഞാൻ എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്നോർത്ത് ഞാൻ വിഷമിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പോവാ. ഏകദേശം ഒരു മാസം കഴിഞ്ഞു. ഞങ്ങൾ പിള്ളേർക്ക് വെക്കേഷൻ തുടങ്ങി. ഞങ്ങൾ നാട്ടിലൊക്കെ പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. ഇവർ സാധാരണ ഫുൾ ടൈം കളിക്കുന്ന കുട്ടികളാണ്. സ്കൂൾ അവധി ആയതുകൊണ്ട് രാവിലെ ഭക്ഷണം കഴിക്കും, താഴെ പോയി പാർക്കിൽ പോയി കളിക്കും, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ മാത്രമേ വീട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് രാവിലെ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഉച്ചയ്ക്കത്തെ ചോറുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു പുറത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, പുറത്തൊന്നും പോകണ്ട. അപ്പോൾ അവർ വീട്ടിൽ ക്രിക്കറ്റ് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. രണ്ടുപേരും കൂടെ ബാറ്റൊക്കെ എടുത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ഇവനാണ് വയ്യാണ്ടായത്. ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് തലവേദന എടുക്കുന്നു, എനിക്ക് തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനെ പെട്ടെന്ന് അരികെ പിടിച്ച്, അപ്പോൾ എനിക്ക് ടെൻഷനായി. കാരണം അവൻ ആദ്യമായിട്ടാണ് തലവേദന എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. ഞാൻ അരികെ വിളിച്ച് കിടത്തി. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു, നീ പതുക്കെ ഒന്ന് എഴുന്നേറ്റ് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല, എനിക്ക് തല കറങ്ങുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബെഡ്റൂമിൽ നിന്ന് മാറ്റി സോഫയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ഞാൻ പറഞ്ഞു, ഇവനിങ്ങനെ ഓരോ മിനിറ്റ് കഴിയുന്തോറും തലവേദന കൂടിക്കൊണ്ടിരിക്കുക. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മോന് വയ്യ, കൂടുവാണെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, പെട്ടെന്ന് വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സോഫയിൽ ഇരുത്തി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവിടത്തേക്ക് അവൻ കരയാൻ തുടങ്ങി. കരഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഞാൻ മരുന്ന് പാരസെറ്റാമോൾ എടുത്തിട്ട് വരാം, നീ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു.